പരിക്കാൻ നമ്മളിങ്ങനെ ഇതേ ഫ്രഷ് ചെയ്താൽ വിടും, ഇങ്ങനെ വിടും, മരം ഇങ്ങനെ വിടും നമ്മൾ വെട്ടി വിടുന്നത്. അപ്പം ഇതിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് കാന കത്തി കീറിയാൽ അവിടെ ചേർന്ന് നിർത്തുക. അവിടെ നിന്നുള്ള പാൽ ഇങ്ങോട്ട് വരികയില്ല, ഇവിടെ നിന്നുള്ള പാലും വരിക. നമുക്ക് ഇത്രയും ഭാഗത്തുള്ള പാല് മതി, പിറ്റേച്ചാൽ മതി. കത്തി ഒരു ശാക്കല ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് മുന വഴിയൊക്കെ പാൽ, ഇതിലുള്ള സ്ഥലത്തിലൊക്കെ പാല് ഇങ്ങനെ ശകല ഇങ്ങനെ എരിച്ച് പിടിച്ചാൽ വെട്ടി വിട്ടാൽ ഇങ്ങനെ കാട്ടത്തിനടുത്ത് അവർ വന്ന് വെട്ടി രാത്രിക്ക് അവർ വിട്ടത് 2 മണിക്കൊക്കെ വിട്ടു. മരുന്ന് തീർക്കും ഇവിടെ, എത്തഫോണെന്ന് പറയും, എത്തഫോൺ. അതിങ്ങനെ ഈ പട്ട ഉണങ്ങി കഴിഞ്ഞു അതിന് വെളുപ്പിൽ ഇങ്ങനെ മിക്സ് ചെയ്യും, എണ്ണയ്ക്കകത്ത് വെളിച്ചെണ്ണ ഇവിടെ മിക്സ് ചെയ്തിട്ട് തൂത്ത് വിടും. പാല് മൊത്തം ഇങ്ങ് പോരുക. പിന്നെ അതിന് പാലില്ല, പാല് മൊത്തം അടിയിൽ നിന്ന് മുകളിൽ നിന്നെല്ലാം ഊറ്റിയെടുക്കല്ലേ. അവർ 3-ാം വർഷം അവരിട്ടിട്ട് അങ്ങനെ പോയി കഴിയുമ്പോഴത്തേന് പിന്നെ അവിടെ കിടക്കും മരം. നാട്ടുകാരും വെട്ടത്തില്ല, നാട്ടുകാർ വെട്ടാനും മരത്തെ പാലില്ല, അവന് വെട്ടറിയാൻ മേല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് എത്തിപ്പോൻ വെച്ച് ഒരിക്കലും റബ്ബർ വെട്ടരുത്. നമുക്ക് ആവശ്യത്തിനുള്ള പാലിപ്പെടുന്നത് കിട്ടുന്നുണ്ട്. പിന്നെ എന്തേ വലിയ ക്രൂരത ചെയ്യുന്ന റബ്ബർ. നമ്മളിപ്പോഴേ വടവാതൂരിനടുത്ത്, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു സ്ഥലത്താണ്. ഇത് മണർകാട് പള്ളിയോട് ചേർന്ന് കാണുന്ന ഒരു സ്ഥലമാണ് മാലം എന്ന് പറയും. കോട്ടയത്തിന് പോകുമ്പോൾ, അതായത് മണർകാട് പള്ളിയിൽ നിന്ന് കോട്ടയത്തിന് പോകുന്ന വഴിക്കാണ് എൻ്റെ വീട് വടവാതൂർ. മണർകാട് നിന്ന് പാല, അങ്ങനെ അയർക്കുന്നം പാലായിക്കൊക്കെ പോകുന്ന റൂട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് മാലം എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴി ഞാൻ ഇട്ടേക്കാം. അത് സ്ഥലം കാണാനായിട്ടല്ല, ഞങ്ങളിവിടെ നിൽക്കുന്നത് എന്ന ഡെസ്റ്റിനേഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ റബ്ബർ ടാപ്പിങ്ങിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാനാണ്. എൻ്റെ അപ്പാപ്പി, അതായത് എൻ്റെ ഫാദറിൻ്റെ അനിയൻ, അദ്ദേഹം ഒരു കർഷകനാണ്. വാഴ, തെങ്ങ്, പച്ചക്കറികൾ, ഇതുപോലെ റബ്ബർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൃഷി മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. കുറേ വർഷമായി, എൻ്റെ 10-35 വർഷമായിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആ കൃഷി സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ്. ഇത് റബ്ബർ തോട്ടമാണ്, മാലത്തുള്ള റബ്ബർ തോട്ടമാണ്, വെള്ളം കയറുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ ടാപ്പിങ്ങിൻ്റെ രീതിയൊക്കെ ഒന്ന് പഠിക്കാം. ടാപ്പിങ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് പല എപ്പിസോഡായിട്ട് നമ്മളിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇടുന്നതാണ്. അപ്പം നമ്മളിവിടെ വന്നു, അപ്പാപ്പി അവിടെയുണ്ട്, അപ്പാപ്പി ടാപ്പിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടുത്തെ കുറച്ച് മരങ്ങൾ ഇന്ന് മാർക്കിടുക, അത് ക്ലീൻ ചെയ്ത് മാർക്കിടുക, വെച്ചാൽ വെട്ടാൻ തുടങ്ങാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, ടാപ്പിങ്ങുമായിട്ട് യാതൊരു വിധമായൊരു അറിവും എനിക്കില്ല. അപ്പോൾ അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അപ്പാപ്പി പറയും. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഈ ആദ്യഘട്ടം മുതൽ, അതായത് ഒരു മരം, ഇതിപ്പം നേരത്തെ ഒരാൾ വെട്ടിക്കൊണ്ടിരുന്ന റബ്ബറാണ്, പിന്നീട് അവർ ഉപേക്ഷിച്ചു പോയി. കുറേ നാൾക്ക് ശേഷം വീണ്ടും ടാപ്പ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഇപ്പം അതെങ്ങനെയാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന് മാർക്കിട്ട് അതിൻ്റെ ടാപ്പിക്ക് തുടങ്ങുന്നത് എന്നുള്ള വിവരങ്ങളാണ്. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം. അതിരാവിലെ തന്നെ ജെയിംസ് അപ്പാപ്പി
തോട്ടത്തിലെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പാപ്പയുടെ പേര് ജെയിംസ് എന്നാണ്, അതുകൊണ്ടാണ് ജെയിംസ് അപ്പാപ്പ എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. നമുക്ക് അപ്പാപ്പയുടെ വിശേഷങ്ങളൊക്കെ അറിയാം. വീഡിയോ മുഴുവൻ കാണാനായിട്ട് മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് സ്ലോട്ടർ വെട്ടുന്ന കത്തിയാണ്. സ്ലോട്ടർ ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന കത്തിയാണ്. നമുക്കതുകൊണ്ട് ഇങ്ങനെ ഇത്രയും പൊക്കം വരെയൊക്കെ വെട്ടി വരും. നമുക്ക് കാണാൻ കീഴോട്ടാണ് ഇറക്കി വരാം. ഇത്രയും കാന കീറിയിട്ട് ഇനി നമ്മൾ ഇവിടുന്ന് പുറകോട്ട് വിളിക്കുക. അപ്പോൾ അതായത് ഇതിൻ്റെ പകുതി കാണണമെന്നാണ് പറയുന്നത്. അപ്പോൾ പകുതി കാണുമ്പോൾ എളുപ്പ വഴി അതാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ കീറിയില്ലേ, ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ഭാഗം നേരെ നിൽക്കണം. അപ്പോൾ ഈ ഭാഗം മധ്യഭാഗം ഇപ്പം ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ കീറി വെച്ചാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ടേപ്പിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ചില ആൾക്കാർ ടേപ്പും മുഴക്കോലും തൂക്കോട്ടൊക്കെ ആയിട്ട് വന്നു ടെംപ്ലേറ്റ് ഇതെല്ലാം വെച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. നമുക്ക് ഇത് ഇപ്പം 35 കൊല്ലമായി ടാപ്പിങ് തുടങ്ങിയിട്ട്, 35ാമത്തെ വർഷമായി. അതിൻ്റെതായിട്ടുള്ള ഇത് ശകലം ചായ കുറവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടണം, ഇവിടെ നിന്ന് ഇടണം. അപ്പോൾ അതിൻ്റെ ഏറെക്കുറെ മധ്യഭാഗം ഇത്. നമ്മൾ ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ നമുക്കറിയാം ഈ നമ്മൾ ഈ കാണുന്ന ഭാഗമാണ് അതിൻ്റെ സംഘം. അപ്പോൾ അത് വിളിച്ച് നോക്കിയാൽ കറക്റ്റായിരിക്കും. ടേപ്പ് വെച്ച് നോക്കിയാലും ഇത് കറക്റ്റാണ്. ഇപ്പോൾ 2 വെട്ടർ വെട്ടിക്കഴിയുമ്പോൾ ഇത് ലെവലാവും, തെളിഞ്ഞോളും. കത്തിക്ക് വെട്ടിക്കഴിയുമ്പോൾ ഈ ചില്ല് നിറയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇത് ചില്ല് ഇങ്ങനെയാണ് വരുന്നത്. നേരത്തെ 100 ചില്ലായിരുന്നു ഒരു കെട്ട്. ഇതിപ്പം 25-30 കാണും. നല്ല ചില്ല, നല്ല വീതിയുള്ള ചില്ല. ഇപ്പം കാന കീറിയിരിക്കുന്നുണ്ടോ? ഇങ്ങനെ ചില്ല് തറക്കരുത്. ഇങ്ങനെ ചില്ല് തറക്കിപ്പോൾ കൊഴിഞ്ഞ അത്രയും ഭാഗം കൂടെ നമ്മൾ കവർ ചെയ്ത് പോകണം. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് താത്ത് ഇങ്ങനെ ചില്ല് തറയ്ക്കണം. ഇങ്ങനെ നിന്ന് വേണം തറയ്ക്കാൻ. അപ്പം അതിൻ്റെ ഈ സെൻറ്റർ ഭാഗം, ഈ മൂല കണ്ടു കോണ, ഇവിടെ വേണം തറയ്ക്കുക. ഇങ്ങനെ വേണം അടിക്കാൻ. ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇത് മടങ്ങിപ്പോകും. അതിന് ഇങ്ങനെ തറയ്ക്കുക. ഇങ്ങനെ തറച്ച് കഴിയുമ്പോൾ മടക്കിൻ്റെ അവിടെ അടിക്കുമ്പോൾ തറയ്ക്കും. ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ടുണ്ട്. ടൈറ്റായിരിക്കും. പൊട്ടുപാലൊക്കെ വലിച്ചെടുത്താൽ ഇത് പറഞ്ഞു പോരുകയില്ല. ഇപ്പോൾ കമ്പി പറയുന്നത് 2 സൈസ് കമ്പിയുണ്ട്. 2 അല്ല, പല സൈസുണ്ട്. ഇതിപ്പം നമ്മളെ ഈ കമ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഞാലിയുടെ ഇറക്കം കൂടുതലുണ്ട്. ഇത്രയും കൂടുതലുണ്ട്. അതിങ്ങനെ ചേർത്ത് വെച്ചാൽ അവിടെ അങ്ങ് ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് കണ്ട് ഇത് ചെറിയ കമ്പി, നീളയില്ല. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പാല് കൂടുതലായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ മറിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നല്ലൊരു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കമ്പി വേണം മേടിക്കാൻ. കമ്പി ഇത്ര നിൽക്കണം. ചിരട്ടതാങ്ങി എന്നാണ് പറയുന്നത്. റബ്ബർ ബോർഡ് പല സൈസും ഒക്കെ ഇറക്കുന്നുണ്ട് ഇപ്പം. ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന നമ്മുടെ ടെലസ്കോപ്പ് പോലത്തെയൊക്കെ ഉണ്ട്. ചെത്ത വെച്ചാൽ പാല് കൂടുതലുണ്ട് അല്ലേ? പാല് കൂടുതൽ വരുന്നുണ്ട്. ഇത് 600 മില്ലിയുടെ ചെത്തയാണ്. ഇത് 900 മില്ലി ഈ ചെത്ത. ഇത് കാണാം, ഇതിന് പാല് കൂടുതൽ. കമ്പി നേരെയാക്കി വെച്ച ചെത്ത ഇങ്ങനെ വിളിക്കുന്നു. എന്തേരം വെയിറ്റ് കയറിയാൽ ഇത് അറിയില്ല. അപ്പോൾ നമുക്കിങ്ങനെ പാലെടുക്കാം, വെക്കാം, ഒരു കുഴപ്പമില്ല. ഷെയ്ഡ് ഒട്ടിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അനുസരിച്ച് പ്ലാസ്റ്റിക് മൂടി കിടക്കുന്നതനുസരിച്ച് ചെത്ത കയറ്റി നോക്കാം. ഇത് ഈ സ്കെച്ച് വെച്ച കോലത്തിനും വരയ്ക്കും. ഇങ്ങനെ അങ്ങനെ വരയ്ക്കുന്നത് ഞാൻ ചെയ്യുന്നത് കത്തിയോട്ടൊക്കെ ചെയ്യും. ഇത് കണ്ടോ? നമുക്ക് ഓരോ പ്രാവശ്യം വെട്ടുന്നതിൻ്റെ അതിനൊരു പ്രത്യേക ഉപകരണമുണ്ട്. ഒരു വരയായില്ലേ? അടുത്ത ലൈനോട് കാണിക്കാം. 2 ഇഞ്ച് അകലത്തിനാണ് വരുന്നത്.
ഇനി അടുത്തത് അതേ കാലത്തിൽ തന്നെ താഴോട്ട് ഇറക്കി ഇങ്ങനെ പൊക്കോളും. കംപ്ലീറ്റ് വെക്കുവാണെങ്കിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കണം. ഒരാൾ പിടിക്കണം. ഇവിടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആണിയുണ്ടോ അല്ല അതിന് വരയ്ക്കാനൊരു പ്രത്യേക ഉപകരണമുണ്ട്. ഈ കൊളുത്ത് പോലെ ഉപകരണമുണ്ട്. ഇങ്ങനെ 5 വര വേണം. നമ്മൾ വെട്ടുവാണെങ്കിൽ ഇപ്പം ഇത്രയും ഒരു സീസണിൽ ഇത്രയും വെട്ടും. ഇത്രയും വരുള്ളൂ. എൻ്റെ രീതിക്ക് വെട്ടപ്പോൾ അത്ര വരുള്ളൂ. അതായത് 1.5 ദിവസം ഒരു 150 വെട്ട് വരും ഒരാണ്ടിൽ. ഒരു വർഷം 150 വെട്ട് വരും. ഇതൊരു ചെറിയൊരു ഉണ്ടോ മഴയുണ്ട്. ഇങ്ങനെ വെട്ട് കെട്ടിയാൽ പൊക്കോളും. അതാ തൊലിപ്പുറത്ത് വരുന്ന ഒരു അസുഖമാണ്. ഇതൊക്കെ കരിന്തൊലികളാണ്. വെട്ടിയിറങ്ങിയ ഒരു നൈസായ കത്തിയാണെങ്കിൽ അതിൻ്റെയൊക്കെ മണമടങ്ങി പോവേ. ഇത് ഈ കത്തി കൊണ്ട് വിട്ടുന്ന അങ്ങനെയുള്ള വിഷയം വരുന്നില്ല. ഇടിച്ചാലും കടുപ്പമുള്ള കത്തിയാണ്. ഉണ്ട്. ഇപ്പം ഇത് കണ്ടോ ഇങ്ങനെ ടെമ്പറേറ്റ് വെച്ച് ചിലരിങ്ങനെ വെച്ച് 2 പേർ അവിടെ പിടിച്ച് ഒരു അവിടെ പിടിച്ച് ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ട്. പരിചയമില്ലാത്തവർ ചെയ്യും. അപ്പോൾ കാന കയറുമ്പോൾ ഇവിടെ ശകലം കനത്തിൽ കയറണം. പാലൊഴുകി വരുന്ന ഭാഗം. നമ്മളിവിടെ കൊണ്ട് ഇങ്ങനെ വെട്ടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ അങ്ങ് നിർത്തിയാൽ മതി. ഇവിടെ ആഞ്ഞു കുത്തുവൊന്നും വേണ്ട. ആഞ്ഞു കുത്തിക്കഴിഞ്ഞ് ഇതുണ്ടോ അവിടുന്ന് ഈ സൈഡിൽ നിന്നുള്ള പാലും ചാടി വരിക. ഇവിടെ നിന്നുള്ള പാലും കൂടി ഇങ്ങനെ കീറി വെക്കുകയാണെങ്കിൽ അതവിടെ ബ്ലോക്കായിട്ട് നിന്നു. മറു സൈഡ് വെട്ടുമ്പോൾ പാല് കിട്ടത്തില്ല. ഇങ്ങനെ കുത്തി വെട്ടിക്കഴിഞ്ഞാൽ ഈ വശവും കുത്തിക്കഴിഞ്ഞാൽ പാല് കണ്ണുവാണെങ്കിൽ വരിക. ഇത് തന്നെ ഈ ഏരിയയിലുള്ള പാല് വലിച്ച് അങ്ങോട്ട് വരുന്നത്. ഈ പട്ട വീഴ്ത്തുമ്പോഴേ ഇവിടങ്ങളിലുള്ള പാല് വരുന്നുണ്ട്. പിന്നെ സൈഡിൽ നിന്നും കൂടെ എടുക്കണ്ട. റബ്ബറിന് ദോഷമാണ്. അങ്ങനെ വെട്ടി പലയിടത്തും പട്ടമരിപ്പ് വരെ വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള പാല് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എന്തേ വലിയ ക്രൂരത ചെയ്യുന്ന മരുന്ന് തീർക്കും ഇവിടെ. എത്തഫോൺ എന്ന് പറയും. എത്തഫോൺ അതിങ്ങനെ ഇത് ഈ പട്ട ഉണങ്ങി കഴിയുമ്പോൾ അതിന് വെളുപ്പിടി ഇങ്ങനെ അങ്ങ് തൂത്തുവിടും. മിക്സ് ചെയ്യും. എണ്ണയ്ക്കകത്ത് വെളിച്ചെണ്ണ ഇവിടെ മിക്സ് ചെയ്തിട്ട് തൂത്തുവിടും. പാല് മൊത്തം ഇങ്ങ് പോരുക. 2 കൊല്ലം വെട്ടിക്കഴിയുമ്പോൾ പിന്നെ മരമില്ല. പിന്നെ അതിന് പാലില്ല. പാല് മൊത്തം അടിയിൽ നിന്ന് മുകളിൽ നിന്ന് എല്ലാം ഊറ്റിയെടുക്കല്ലേ. അതുകൊണ്ട് എത്തിഫോൺ വെച്ച് ഒരിക്കലും റബ്ബർ വെട്ടരുത്. ബോർഡുകാരിപ്പോൾ പറയുന്നത് മരത്തിൻ്റെ 4-1 എടുക്കണം. 4-1 എടുത്ത് വെട്ടുക. വെട്ടിയിട്ട് എത്തിഫോൺ പുരട്ടിയിട്ട് ആഴ്ചയിൽ 1 ടാപ്പിങ്. അവൻ ആ പറമ്പിൽ കപ്പ ഇട്ടാൽ പോരെ. ഒരാഴ്ച വെട്ടുക. ടാപ്പിങ് തന്നെ എവിടെ. അപ്പോൾ ഇത് ഇപ്പോൾ വെട്ടി 250 രൂപ ഒരു മരത്തിന് കിട്ടും. പാലെടുത്ത് വീപ്പൽ ഒഴിച്ച് 250 രൂപ കിട്ടും. അപ്പോൾ ഈ പട്ട ഇങ്ങനെ പകുതിയാക്കി കഴിഞ്ഞാൽ ഇത്രേ വെട്ടുള്ളൂ. ഇത്രയും ഭാഗം വെട്ടു വരുന്നുള്ളൂ. അത് വെട്ടുന്നതിന് 125 ആക്കും ഉടമസ്ഥൻ. ഇത്രയല്ലേ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ 250 രൂപ കിട്ടേണ്ട അടുത്ത് 125 രൂപ. അതിന് വേണ്ടി ആരെങ്കിലും വെട്ടാൻ പറ്റും. ഒരു 300 മരം ഉണ്ടെങ്കിൽ തന്നെയും 375 രൂപ കിട്ടുള്ളൂ ഒരു ദിവസം. എനിക്ക് വെളുപ്പിനെ വന്ന് ഒതുകടിയും കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യും. അതിലും ഉടമസ്ഥർ തന്നെ വന്ന് ഇങ്ങനെ കുത്തിവെച്ചാൽ ബോർഡുകാർ കണ്ടുപിടിക്കണ വെച്ച് ഓടി വന്ന് ഇങ്ങനെ ഒന്ന് കുത്തുക. അങ്ങനെ പാല് കിട്ടാൻ മാർഗം ഉണ്ടായി. അതായിരിക്കും ഏറ്റവും നല്ലത്. അതാ ഈ റബ്ബർ ടാപ്പിംഗ് മേഖലയിൽ ആളില്ല. ഇപ്പം ആൾക്കാരില്ല. മേശിരി പണിക്ക് 1300 രൂപ കിട്ടും. അതിന് വൈക്കാട് പണി, ഈ ടൈലിൻ്റെ പണി, റൂഫ് വർക്ക്, വയറിങ്, പ്ലംബിങ് ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ 9ാമത്തെ സൈറ്റിൽ ചെല്ലുക. ബൈക്ക് കൊടുത്ത് പോവുക. 5 മണിയാകുമ്പോൾ പണി നിർത്തി പോരുക. 1200 രൂപ കൂലിയ. ഇതിന് വെട്ടാകുമ്പോൾ എന്നെ കിട്ടാൻ ദേഹത്ത് മുഴുവൻ മണവും. അപ്പം അതുകൊണ്ടാണ് ടാപ്പിംഗ് മേഖലയിൽ ആളില്ലാത്തത്. ഇപ്പം ഞാൻ റബ്ബർ ബോർഡിൽ 3 വട്ടം പഠിക്കാൻ പോയതാണ്. ചെന്നപ്പോഴൊക്കെ അവിടെ ആളായിപ്പോയി. അടുത്ത ബാക്കി കയറ്റാന്ന് പറയും. ചെല്ലുമ്പോഴൊക്കെ അവിടെ ആളാകുക. ഇപ്പം റബ്ബർ ബോർഡിൽ ആളില്ല. പഠിക്കാൻ ആളില്ല ഇപ്പം. അതിനവർ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഒക്കെ ആൾക്കാർ വന്ന് ആരും ഇല്ല. എല്ലാം ഈ പരിപാടി പെണ്ണുങ്ങളൊക്കെ ആണെങ്കിലും തൊഴിലുറപ്പ് പരിപാടിക്ക് പോകും. അങ്ങനെ വരുന്നതാണ്. ഇപ്പം ഈ മേഖലയിൽ ആളില്ല. ഇപ്പോഴാണ്ട് ഹിന്ദിക്കാരെ വിളിച്ച് റബ്ബർ വിട്ട് പഠിപ്പിക്കുക. ഈയിടെ ഹിന്ദിയിൽ എടുത്ത റബ്ബർ ബോർഡുകാർ മികച്ച ടാപ്പർക്കുള്ള പരിശീലനം സിദ്ധിച്ച ആൾക്കുള്ള അവാർഡ് കൊടുത്തു. അപ്പോൾ ഹിന്ദിക്കാർ തന്നെ ഉള്ളൂ ഇതൊക്കെ പഠിക്കാനായിട്ട്. അവരും പഠിക്കുമെന്ന് ആൾക്കറിയാം. തമിഴ്നാട്ടുകാരുടെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹിന്ദിക്കാരായി. അടുത്ത ഏത് ഭാഷക്കാരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സായിപ്പന്മാർ കൊണ്ടുവന്ന മരം അവർ കണ്ടുപിടിച്ച കത്തി. ഇത് ഈ റബ്ബർ വെട്ടാൻ ഏറ്റവും ഉത്തമമായ കത്തി ഇതാണ്. പാലും കിട്ടും. റബ്ബറിൻ്റെ എല്ലാം നല്ല വൃത്തിയായിട്ട് വെട്ടുകയും ചെയ്യും. ഈ ജവം കത്തിയുണ്ട് ഇങ്ങനെ വലിക്കുന്നത്. അതെൻ്റെ ഇപ്പോൾ വീട്ടിൽ ഞാൻ എടുക്കാൻ മറന്നു. വീട്ടിലിരിപ്പുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു സൈസ് കത്തിയുണ്ട്, ഹൂജ് കത്തി. ഇങ്ങനെ കപ്പളങ്ങ കുത്തുന്ന പോലെ
ഓ അതൊക്കെ ഒത്തി ഈ തൊലിപ്പുറം വഴി അങ്ങ് പോകത്തേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇത് പിടിച്ച് നമ്മുടെ ഈ വലത്തേലായിട്ട് പ്രസ്സിങ് വരുന്നത് ഇടത്തേ കൊണ്ട് ഇങ്ങനെ തിരിച്ചു വിടുന്നുള്ളതേ ഉള്ളൂ. വലത്തേക്ക് നമ്മൾ എത്തി തിരിച്ചാണെങ്കിലും ഇങ്ങനെ എത്തുന്നുണ്ടല്ലോ അതിൽ പ്രസ്സിങ്ങിലാവും. എല്ലാം ഇത് ക്ലിയർ ആയിട്ടല്ലേ പോകാതിരിക്കുന്നത്. ജപം കത്തിക്ക് വെട്ടിയാൽ ഇത്രയും ക്ലിയർ ആയിട്ട് മേടിക്കണം. അതെ ഈ കത്തി എനിക്കുണ്ട്. ഇനി ആ കപ്പളങ്ങാകത്തിൻ്റെ കത്തി ഒന്ന് മേടിക്കണം. കൊക്കൊക്കെ പറിക്കാനുണ്ട്. അത് കുത്താൻ നല്ലതാ കത്തി. അത് കണ്ടിട്ടുണ്ടോ കത്തി? ഇല്ല. ഇങ്ങനെ ഒരു 3-4 അടി നീളം കാണാം അതിന്റെ പിടിക്ക്. ഇത് അറ്റം വരുമ്പോൾ ഒരു ഇത്രയും നീളത്തിൽ ഇങ്ങനെ വളഞ്ഞിരിക്കും. ഇങ്ങനെ വന്നിട്ട് ഒരടി ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഇങ്ങനെ വെട്ടാന്ന് പറയും. ഈ അടിപ്പട്ടൊക്കെ എങ്ങനെ വെട്ടുവരും? അവര് പറയുന്നത് ഇങ്ങനെ 4-1 കീറുക. ഇതുകൊണ്ട് 2 കുത്തു കുത്തിയാൽ മതി എന്ന് പറയും. പാലെടുത്ത് ഇപ്പൊ തന്നെ പാല് വീഴാൻ തുടങ്ങി. 2 ദിവസം കൂടെ വെട്ടി കഴിയുമ്പം ഈ ചെത്തയിൽ ഒരു 3/4 ഭാഗം ഒരു 5-6 വെട്ടാൻ മതി ഈ ചേർത്തെന്ന് പറയും. പിന്നെ അടിയിൽ ഇങ്ങനെ വേറെ ഒരു ചേർത്തയും കൂടെ വെച്ച് കെട്ടും. ഇതുപോലെ തന്നെ കമ്പി വെച്ച് ഒരു ചേർത്ത ഇങ്ങനെ വെച്ച് കെട്ടിയാൽ ഇത് നിറഞ്ഞു വരുന്ന പാൽ ഇവിടോട്ട് വീഴും. അത്തരം മരങ്ങളാണ്. 105 മരമാണ് ഇതൊക്കെ. അങ്ങനെ ഒരു നല്ല മരങ്ങൾ. ഇതിപ്പോൾ ചെറിയ മരം ഇപ്പോൾ എത്തുണ്ട്. നമുക്ക് വാർപ്പിച്ച് കാണിക്കാം. കുത്തിക്കളഞ്ഞു. ഇതൊന്നും അധികം വെട്ടിയിട്ടുള്ള മരമല്ല. ഇത് ശാല ഇങ്ങനെ ഇടണം. വലിയ കണ്ടവാനേ 2 കൊറോണ കഴിഞ്ഞ് ഒരു കൊല്ലാണ്ടേ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നിന്ന് പോയാൽ നമുക്കിത് വൃത്തിക്കാൻ കൊടുക്കാം. ഇത് ശാലം താത്ത് വിട്ടാൽ എന്നെ ഗുണം എന്നാണെന്നറിയോ? ഇവിടെ വരും വെട്ടങ്ങ് ബ്ലോക്ക് ആയിക്കോളും. ഇവിടെ നിന്നുള്ള പാലും ഇങ്ങോട്ട് വരികയില്ല. ഒരിക്കലും അവിടുന്ന് ഇവിടുന്ന് പാല് കിട്ടുമെന്നും പറഞ്ഞ് അങ്ങനെ വെട്ടരുത്. അത് നമ്മളെ ഇതൊക്കെ പ്രവൃത്തിയിലൂടെ പഠിച്ചതാണ്. നമ്മളെ ഓരോ കാരണവന്മാരെ മുമ്പ് വെട്ടിക്കൊണ്ടിരുന്നവർ ഓരോന്നൊക്കെ പറയും. അതനുസരിച്ച് നമ്മുടെ അവരൊക്കെ റബ്ബർ ബോർഡിലെ നമ്മുടെ അവിടുത്താണല്ലോ നമ്മുടെ റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാന മന്ദിരം. ഹെലികോപ്റ്റർ ഇതിലൂടെ ഹെലികോപ്റ്റർ വന്ന് ഹെലികോപ്റ്റർ വഴിയാണ് റബ്ബറിനൊക്കെ തുരിശടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ വന്ന് നിറച്ച് കാഞ്ഞിരപ്പള്ളി പൊൻകുന്ന ഭാഗത്തൊക്കെ കൊണ്ടുപോയി തുരിശടിക്കുന്നത് റബ്ബറിൻ്റെ മുകളിൽ. ഓരോ എസ്റ്റേറ്റുകാരും അവരുടെ തോട്ടത്തിൻ്റെ മുകളിൽ കൊടി കൊടുക്കും 4 അതിരിൽ. അതനുസരിച്ച് അവർ അടിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പം റബ്ബറിൻ്റെ ഇലയൊക്കെ നല്ല പച്ച കളറായിട്ടിരിക്കും. നല്ല തഴപ്പാണ്. കേട് വരികയില്ല. പാല് കൂടുതൽ ഇലയ്ക്ക് കേട് വന്നാൽ പാലും മഴ ഇതിങ്ങോട്ട് ഇറക്കി വിടും. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ ചെറിയ തടം കണ്ടോ? അത് വെട്ടി വരുമ്പോൾ അത് ശരിയായിക്കോളും. ഇനിയിപ്പോൾ ജൂലൈ 1 മാസം വെട്ടിയത് ഇത്. അത് കഴിഞ്ഞപ്പം കനത്ത മഴയായിപ്പോയില്ലേ, നിർത്തിയതാണ്. ഇനിയിപ്പോൾ തുടങ്ങിയാൽ ഇനി അടുത്ത ജൂൺ വരെ വെട്ടാം. ഇപ്പം മെയ് മാസമാകുമ്പോൾ റെയിൻകാർഡ് പിടിപ്പിക്കും. റെയിൻകാർഡ് ഒരു ഈ അകലത്തിൽ അതൊക്കെ പിന്നെ പറയാം. ചെയ്തിട്ട് കണ്ടാൽ പോലെ. അതെ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വെട്ടി വരുമ്പോൾ പുറകെ കൊണ്ട് താന്നൊക്കെ പോയി. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വിറ്റ വെട്ടിനെ ശരിയാക്കി വരാൻ വേണ്ടി ഇങ്ങനെ വരച്ച് കൊടുക്കണം. ടെംപ്ലേറ്റ് വീട്ടിലിരിപ്പോൾ എല്ലാം അതൊക്കെ പിടിക്കാനൊക്കെ ആൾ വേണം. ഇത് നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്താൽ ഇട്ടേച്ചാൽ മതി. ഏറെക്കുറെ 4 അടിയോളം പൊക്കത്തിലാണ് ഇതിടുന്നത്. കട്ടയിടുന്നത് 125 സെൻറ്റിമീറ്ററാണ് ബോർഡിൻ്റെ കണക്ക്. താഴെയല്ലേ? ഇവിടെ ഈ മുൻഭാഗത്തുനിന്ന് 125 സെൻറ്റിമീറ്റർ പറയുമ്പോൾ ഏറെക്കുറെ ഒരു 4 അടി അടുത്ത് വരുന്നു. അപ്പോൾ ഈ ലെവലിലാണ് ഈ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലെവലിലാണ് വന്നിരിക്കുന്നത്, ഈ ലെവലിനെ. അപ്പം നമുക്ക് ഈ ലെവലിൽ തന്നെ ഈ വെട്ടി ഇറങ്ങി പോവാം. നമ്മൾ വെട്ടി വരുമ്പോൾ ചിലപ്പം
ഇങ്ങനെ കുത്തിപ്പോ ഇങ്ങനെ വരും കത്തി, അങ്ങനെ ഇവിടെ താന്നു പോകും. അങ്ങനെ നമുക്കിത് നോക്കി കളക്ട് ചെയ്ത് വിടാം. നമ്മൾ ഇങ്ങനെ മാറി മാറി വെട്ടിയിട്ടാണ് ചെറിയ റബ്ബർ വെട്ടുമ്പോഴേ റബ്ബർ വെട്ടുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു വലിച്ചു വരും, ഇങ്ങനെ തള്ളി. അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്നാണെന്നറിയാം, ഇങ്ങനെ അങ്ങോട്ട് വരും. ഇങ്ങനെ വിടുമ്പോഴത്തേന് ഇവിടെ കുഴി വന്നിട്ടില്ല, ആ കുഴി ഇവിടെയും വരും. പിന്നെ കത്തിയത് ഇവിടെ നിന്ന് എടുക്കും, ഇങ്ങനെ വരും, ഇങ്ങനെ പോകും. അപ്പം മരത്തോട് ചേർന്ന് വരുന്നില്ല. ഈ ഇങ്ങനെ വരുമ്പം ഈ വളഞ്ഞ ചേർന്ന് വരികയില്ല. നമ്മളിങ്ങനെ വലിച്ച് വെട്ടുകയാണെങ്കിൽ ഉണ്ടോ ഒരേ ലെവലിൽ അങ്ങ് പൊക്കോളും. ഉണ്ടാകുന്നത് പാൽപ്പട്ടയുടെ അടുത്തായി ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നീർപ്പട്ട വെള്ള, അത് ആ തൊലിയെ വെട്ടരുത്. ആ തൊലിയാണ് പിന്നെ ഇതുപോലെ വന്ന് രണ്ടാമത് വന്ന് കവർ ഇങ്ങനെ കവർ ചെയ്യും. ഇത് മുഴയുന്നു, ഇത് തടിയെ കൊണ്ടാ. ഇതുണ്ട്, ഇത് തടിയെ കൊണ്ടിരിക്കുന്ന, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇത് വേറെ ആരോ വെട്ടിയതാണ്. അല്ലാതെ വെട്ടുവാണെങ്കിൽ ഇതുപോലെ വരും, മുഴയൊന്നും കാണത്തില്ല. ഇത് തടിയെ കൊണ്ടതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇത് വന്നിരിക്കുന്നത്. അത് കാണിക്കാൻ ഇപ്പം ഞാൻ ഇവിടെ വെട്ടി കാണിച്ചത്. ഇതുണ്ടോ, തടിയെ കൊണ്ടതാണ് അവിടെ. ഇപ്പോൾ അവിടെ വെട്ടിയാൽ പാല് കിട്ടും, പക്ഷേ കത്തി കാണത്തില്ല. പാലിന് നല്ല DRC കാണിക്കില്ല. നമ്മൾ കത്തി നേരെ പിടിച്ച് വെട്ടുകയാണെങ്കിൽ ഇതേ രീതിയിൽ അങ്ങ് ചെല്ലും. ഇവിടെ ചെന്ന് പയ്യെ ഇങ്ങനെ മുട്ടിച്ച് വെക്കാൻ മതി. പക്ഷെ ഇങ്ങനെ ആഞ്ഞ് കുത്തൊന്നും വേണ്ട. ആഞ്ഞ് കുത്തി ഇങ്ങനെ ആഞ്ഞൊരു കുത്താ, ചില ഇങ്ങനെ ഒരു കുത്താ തടിയോടെ കുത്തി. കുറേ കഴിയുമ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ മുഴച്ചിരിക്കും. കാന കട്ടി കീറിയാൽ അവിടെ ചെന്ന് കുത്തുക, അവിടെ നിന്നുള്ള പാലിങ്ങോട്ട് വരികയില്ല, ഇവിടെ നിന്നുള്ള പാലും വരികയില്ല. നമുക്ക് ഇത്രയും ഭാഗത്തുള്ള പാല് മതി, കിറ്റേച്ചാൽ മതി. അല്ലാത്തതുണ്ടല്ലോ റബ്ബർ 2 കൊല്ലം കഴിഞ്ഞ് വെട്ടുമ്പോൾ അവിടെ പാല് കാണത്തില്ല. 35 വർഷം തികയാ വെട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വീമ്പ് പറയുന്നില്ല, അത്രയും നാളത്തെ പ്രവൃത്തിയുടെ പരിചയം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ശാസ്ത്രീയമായിട്ട് ബോധകാരൊക്കെ ഒത്തിരിയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതേ രീതിയിൽ ഇപ്പം വെട്ടാൻ ആളില്ല. വെട്ടാൻ ആളില്ലാതെ വരുന്നത് അതുകൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് ഒരു 400 മരം വെട്ടിയ 1000 രൂപ കിട്ടും. ഇവർ പറഞ്ഞ കണക്കിന് നടക്കുകയില്ല. ആഴ്ചയിൽ 1 വെട്ടിയാൽ നടക്കുമോ? ആഴ്ച 2 വെട്ടിയാൽ നടക്കുകയില്ല. ആഴ്ച 3 തന്നെ വെട്ടാം. ഇത് ആഴ്ച 1 ദിവസം വെട്ടും. ശനിയാഴ്ച ആകുമ്പോൾ ഒന്നുകൂടെ വെട്ടും, 4 വെട്ട് വെട്ടും. പിന്നെ തിങ്കളാഴ്ച വെട്ടും, ഞായറാഴ്ച ഫ്രീ ആയിട്ട് കിടക്കുക. അങ്ങനെ വെട്ട് വരും. ഇവിടെ വെള്ളം കയറുന്നത് കൊണ്ട് റബ്ബറിൻ്റെ കറയ്ക്ക് വ്യത്യാസം വല്ലതും ഉണ്ടാകുമോ? ഇല്ല. പിന്നെ ഇതിന് വെള്ളം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് വേനൽക്കാലത്ത് പാല് കിട്ടും നല്ലപോലെ. വേനൽക്കാലത്ത് വെട്ടുമ്പോഴേ പാല് കിട്ടും. മഴക്കാലത്ത് പാല് കുറയാൻ മരമൊക്കെ തണുത്ത് നിൽക്കുമ്പോഴേ പാലിൻ്റെ ഒഴുക്ക് കുറയുക. അംഗീകൃത ഒരു കമ്പനിയാണ് മണിമലയാർ എന്ന് പറയും. ഇതുണ്ട്, ഇവിടെ നല്ല കൂർത്തായിരിക്കും ഇത്രയും ഭാഗം. അത് ഈ വലിയ വന്ന് ഈ ഇതുപോലുള്ള മുഴയിലെ കൂടെ കയറി അങ്ങ് പൊക്കോളും, നല്ല മൂർച്ചയാണ്. പാല് പൊങ്ങിയിരുന്ന ഇതാണ് പാൽപ്പട്ട. ഈ കയറി വരുന്നത് അത് പാൽപ്പട്ടയാണ്. അത് പാൽപ്പട്ട ശാല. ഈ പാൽപ്പട്ട കഴിഞ്ഞിട്ട് നീർപ്പട്ട എന്ന് പറയുന്ന തൊലിയുണ്ട്, അത് തടിയോട് ചേർന്നിരിക്കുന്ന. ഇപ്പം അവിടെ കയറി കൊണ്ടിട്ടുണ്ട്. അത് ഉണ്ടോ, പാൽ തടിയോട് ചേർന്ന് വരുന്നുണ്ടോ, അവിടെ കയറി കൊണ്ടിട്ടുണ്ട് കത്തി. അതിപ്പോൾ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ, ഇവിടെ ക്ലിയർ ആയിട്ടില്ല. പോയി അത് മുറിയാൻ പാടില്ല. ഇങ്ങനെ പോയി ഈ ലെവലിൽ അങ്ങ് പോകാം. കത്തി ഇങ്ങനെ പോകാം. കത്തിശാല ഇതിപ്പോൾ ഞാൻ കൊള്ളിച്ച് വെട്ടിച്ച് അത് കാണിക്കാൻ വേണ്ടിയാണ്. കത്തി ഇങ്ങനെ നേരെ പിടിച്ച് പോയാൽ ആ കുഴപ്പമുണ്ട്. ഇതുണ്ട്, അത് വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം. ഇതുണ്ട്, മുഴ കണ്ടോ, ഇത് മുഴയാണ്. ആ മുഴ ഇത് 105 ഇനത്തിൽപ്പെട്ട മരമായത്. ഇവിടെ എല്ലാം 105 അല്ലേ? ഇത് ചെറിയ മരമാണ്, വലിയ വലിപ്പം ഒരു 10-20 ഇഞ്ചുക്കുള്ളില്ല ഒരു. പക്ഷെ അത് പാല് വീഴുന്നുണ്ട്. 105 ഇനത്തിൽപ്പെട്ട മരമാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒഴുക്ക് എപ്പോഴും ഉണ്ട്. ഇങ്ങനെ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് ഒഴുക്കറിയത്തില്ല, പക്ഷെ വെള്ളം ഒഴുക്കുന്നുണ്ട്. അവിടെ
ഈ വെള്ളം ചെന്ന് ചാടുന്നിടത്ത് അവിടെ ഒരു ഭയങ്കര വെള്ളം ഒഴുക്കിൻ്റെ ശബ്ദം നമുക്കിവിടെ കേൾക്കാം. ഇതിനകത്തൊക്കെ മീനുണ്ട് കേട്ടോ, അതിനകത്ത് മീനുണ്ട്. പിന്നെ നല്ല മഴക്കാലത്ത് ഇത് വെള്ളം പൊങ്ങിയിട്ട് ഈ തോട്ടത്തിലെ ചിരട്ടയൊക്കെ ഒഴുകി പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇങ്ങനെ നിരപ്പിനുള്ള റബ്ബർ തോട്ടങ്ങൾ ഈ കോട്ടയം പരിസരത്ത് വളരെ കുറവാണ്. കുറച്ച് മുമ്പ് ഒരു 15 മിനിറ്റ് മുമ്പ് വെട്ടിയതാണ്. ഇപ്പം ചിരട്ട നിറയാറായിട്ടുണ്ട്. ഇല്ല, ഇത്രയും ഉള്ളുള്ളത് തൊലിയാണ്. കനം കണ്ടു, ഈ കനം എടുത്തിട്ടുള്ളൂ. തീരെ നൈസാണ്. ഇതാണ് ഈ 150 വരെ ഇങ്ങനെ വെട്ടുന്ന ഇത് തന്നെ കൂടുതലാണെന്ന് എൻ്റെ അഭിപ്രായം. പാല് വീഴുന്നുണ്ട്. ഇതൊരു അരമണിക്കൂർ ഇത് കഴിയുമ്പോൾ ഇപ്പോൾ ചിരട്ട അത് ഫില്ലാകുക. കത്തി നല്ലപോലെ ലെവലെ പിടിച്ച് വന്നു. ഈ ചായ കൊണ്ടോ ഇതിങ്ങനെ ഇങ്ങോട്ട് പിടിക്കും. ഇതിപ്പോൾ തടിച്ചു വന്നോണ്ട് ഇത് 5 ദിവസമായതുള്ളൂ വെട്ടിയിട്ട്. ഈ ലെവലിൽ നിന്ന് ഇവിടെ തള്ളി വന്നുണ്ടോ. ഇനി ഓരോ ദിവസം കഴിയുന്നതോടെ ഇങ്ങനെ തള്ളി തൊലി വന്ന് മൂടുന്നോ. ഉണ്ടോ പാല് വരുന്നുണ്ടോ? ഉണ്ടോ പാല് വരും. ഇവിടെയൊക്കെ തൊലിയായി ഉണ്ടോ, തൊലിയാ പാല വരും കണ്ടോ. അപ്പം ഇങ്ങനെ തൊലി വന്ന് മൂടുവാണത്. അങ്ങനെ മൂടുമ്പം നമ്മളിങ്ങനെ വെട്ടുമ്പോൾ ഉണ്ടല്ലോ കത്തി അതിനകത്തോട്ട് കയറിപ്പോവും. ഇതിങ്ങനെ ചായച്ച് വെച്ചില്ലെങ്കിൽ, ഈ മോനെ ഇങ്ങോട്ട് ചായച്ചില്ലെങ്കിൽ ഇതിൻ്റെ അകത്തൂടെ അങ്ങ് കയറിപ്പോവും. അതിനാണ് അതിങ്ങനെ ചായച്ച് വെച്ചാൽ. ചിലർ പറയുന്നത് ഇങ്ങനെ കത്തി ഇങ്ങനെ പിടിച്ച് വെട്ടോ, ഇങ്ങനെ പിടിച്ച് ഒരിക്കലും വെട്ടരുത്. ഇപ്പം ഈ ലെവല് നോക്കരുത്. കത്തിയുടെ ഇവിടുത്തെ ലെവലാണ് പട്ട ഇങ്ങനെ ലെവലായിട്ട് നിൽക്കണം. പട്ടയിൽ ഇങ്ങനെ ലെവലായിട്ട് നിൽക്കണം. അപ്പം ഈ കൊമ്പ് കൊണ്ട് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നത് അത് ആ മുകളിൽ കൂടെ കയറി പോകാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ഇതേ പ്രഷ് ചെയ്താൽ വിടും. ഇങ്ങനെ വിടുന്നത് മരം ഇങ്ങനെ വിടും നമ്മൾ വെട്ടി വിടുന്നത്. അപ്പം ഇതിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് തൊലിയെ കൊള്ളാതെ ഇങ്ങനെ അങ്ങ് പൊക്കോളും. ഇങ്ങനെ പൊക്കോളും. തൊലിയല്ല, തടിയെ കൊള്ളാതെ അങ്ങ് പൊക്കോളും. 1/2 സെൻറ്റിമീറ്ററോളം മിച്ചത്തിലാണ് ഈ കത്തി ഇങ്ങനെ അകത്തോട്ട് വളഞ്ഞേക്ക്. ഇത് കണ്ടോ, ഇങ്ങനെ ചേർത്ത് പിടിക്കണം. നമ്മളിങ്ങനെ വെട്ടി വിടുമ്പോൾ വലിച്ച് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ വലിച്ച് വെട്ടുന്നുണ്ട് ആൾക്കാർ. ഇപ്പം ഞാൻ വെട്ടിയത് അങ്ങനെയാണ്. ശല്യര് പറഞ്ഞു അങ്ങനെ വലിക്കുമ്പം പാൽപ്പട്ട അടഞ്ഞു പോകുന്ന പറയും. പാൽപ്പട്ട അടഞ്ഞാൽ ഇതുപോലെ പാല് വീഴുമോ. പാൽപ്പട്ട നമ്മൾ പുറകോട്ട് വലിക്കുമ്പം കത്തി ഈ മോന ഇങ്ങനെ വരയുന്നത്. ഈ മോന കണ്ടോ, ഈ ഭാഗം ഇങ്ങനെ വരയത്തുള്ളൂ. ഇവിടെ നമ്മൾ ഈ പട്ട വരുന്നില്ല. ഇതിൻ്റെ ഈ മോനയുടെ ഭാഗം മാത്രം ഇങ്ങനെ വരയത്തുള്ളൂ. ഞാനങ്ങനെ ചെയ്യുന്നത്. മറ്റുള്ളവരങ്ങനെയാണെന്ന് അറിയത്തില്ല. കാന മേലോട്ട് കയറണം. ഇങ്ങനെ മേലോട്ട് കയറി നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ വെട്ടിവിടുന്നത്. ഉണ്ടോ, ഇവിടുന്ന് കണ്ടോ വെട്ടിവിടുന്നുണ്ടോ. ഇപ്പം അല്ല ചില ആൾക്കാർ വെട്ടി ഇങ്ങനെ 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 വളഞ്ഞൊക്കെ പോകും. ഇങ്ങനെ കുത്തിയേ ഇങ്ങനെ വളഞ്ഞൊക്കെ വെട്ടിവിടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാന കയറുവാണെങ്കിൽ ഈ കാനയിൽ നേരെ കുത്തി കുത്താൻ മതി. കത്തി ഒരു ശകലം ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് മോന വഴിയൊക്കെ പാൽ ഇതിലുള്ള സ്ഥലത്തിലൊക്കെ പാൽ ഇങ്ങനെ ശകലം ഇങ്ങനെ തിരിച്ച് പിടിച്ചാൽ വെട്ടി വിട്ടാൽ ഇങ്ങനെ പോകും. അങ്ങനെ റബ്ബർ തോട്ടത്തിലെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും കാത്തിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.